വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി അവർകൾ ഒരു വലിയ ദുരന്തമാണ്, പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങൊരു കർഷകൻ കൂടിയാണ്. അങ്ങേക്ക് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ വിഷമങ്ങൾ അറിയാം എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ അങ്ങ് കർഷകനല്ല, കർഷക വ്യവസായിയാണ്. കർഷകന് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. കർഷക വ്യവസായിക്ക് കച്ചവടം മാത്രമേ ഉള്ളൂ. തൻ്റെ കുറച്ച് സ്ഥലത്ത് 1 ഏക്കറോ 2 ഏക്കറോ സ്ഥലമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്ര ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അവിടെ മാക്സിമം ആ ഭൂമിയെ കൊന്ന് അവിടുത്തെ വെള്ളത്തെ മാക്സിമം ഉപയോഗിച്ച് മാക്സിമം അവിടുത്തെ സകല സൂക്ഷ്മ ജീവികളെ അടക്കം എല്ലാറ്റിനെ കൊന്നിട്ടാണെങ്കിൽ കാശുണ്ടാക്കുക എന്നുള്ള ഒരു രീതി മാത്രമേ ഉള്ളൂ. അതൊരു വ്യവസായിയുടെ മനസ്സാണ്. താങ്കളൊരു കർഷകനല്ല. താങ്കൾ കർഷകൻ എന്നുള്ളൊരു ലേബൽ കേരളത്തിൽ ഓടിച്ചിട്ടുണ്ട് കുറച്ചു കാലം. അപ്പോൾ താങ്കളെ ഞാൻ ഒന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ താങ്കൾ കർഷകനല്ല, കർഷക വ്യവസായിയാണ്, അഗ്രികൾച്ചറൽ ബിസിനസ് മാനാണ്. അത് വേറെ. കർഷക വ്യവസായി വേറെ, കർഷകൻ വേറെ. താങ്കൾ ജലവകുപ്പിലിരുന്നപ്പോഴുണ്ടായിരുന്ന വളരെ ഗുരുതരമായ ഡാം തുറക്കലുമായി ബന്ധപ്പെടുത്തി താങ്കൾ പുറത്തുവിട്ട ഒരു വിഷയം, താങ്കൾ ഉണ്ടായിരുന്നപ്പോഴല്ല, മാത്യു ടി തോമസ് ചെയ്ത ഒരു വിഷയം താങ്കൾ പുറത്തുവിട്ടു. ഇപ്പോഴത്തെ മന്ത്രി, മുൻ മന്ത്രി ചെയ്ത കാര്യം ഇപ്പോൾ മന്ത്രിയായ താങ്കൾ പുറത്തുവിട്ടിട്ട് അത് പുറത്തുവിട്ട വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ട മാത്യു കുഴൽനാടനെതിരെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റ് ആളുകൾ, താങ്കളുടെ പാർട്ടിയിലുണ്ടായിരുന്ന നേരത്തെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ഒരു കേസ്, പെറ്റി കേസ് പോലും ചാർജ് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ കൊടുത്തതായിട്ടോ അറിയുന്നില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വരാം. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇന്നത്തെ പ്രതിസന്ധി എന്താണ്? അങ്ങ് നേരത്തെ ഒരു പ്രസ്താവന നടത്തി, ഒരു തിരുമണ്ടൻ പ്രസ്താവന നടത്തി. മലയാളികൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ആദ്യം താങ്കൾ പറഞ്ഞു, അതിനു മുമ്പേ താങ്കൾ പറഞ്ഞു, പവർ കട്ടില്ല, ആളുകൾ ഭ്രാന്ത് പറയുന്നതാണ്. ലോഡ് ഷെഡിങ് ഇല്ല, ആളുകൾ ചുമ്മാ പ്രതിപക്ഷവും ആളുകളും പറയുന്നതാണ്. ഒരു ഷെഡിങ്ങും ഇല്ല, ഒരു ലോഡും ഇല്ല, ഷെഡിങ്ങും ഇല്ല എന്ന് താങ്കൾ ആദ്യം പറഞ്ഞു. ആ ഒറ്റ കാര്യം പറയുമ്പോൾ തന്നെ കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ലോഡ് ഷെഡിങ്ങും കറണ്ട് ഓഫ് ചെയ്യുന്ന പരിപാടിയും അല്ലാതെ കറണ്ട് മാറ്റിക്കൊടുക്കുന്ന പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു. 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, അരമണിക്കൂർ വരെ ഒരുപാട് കറണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിരുന്നു കേരളത്തിൽ. അപ്പോൾ താങ്കൾ പറഞ്ഞു ലോഡ് ഷെഡിങ് ഇല്ല എന്ന്. എന്തിനാണ് കള്ളം പറയുന്നത്? താങ്കൾ ഭരണഘടനാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ഭരണഘടനയിൽ പറയുമ്പോൾ കള്ളമോ ചതിയോ സ്വജനപക്ഷപാതമോ ഒന്നും ഇല്ലാതെ ഭരിച്ചോളാമെന്ന് പറയുന്നത്. താങ്കൾ പച്ചക്കള്ളം പറഞ്ഞു. താങ്കൾ ഇനി 4 ദിവസത്തെ റിസൾട്ടിലുണ്ടെങ്കിലും രാജിവെച്ച് സമസ്ത അപരാധവും പൊറുക്കാൻ മലയാളികളോട് മാപ്പപേക്ഷിക്കണം. താങ്കൾ കള്ളം പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് താങ്കൾ പറഞ്ഞ ഒരു ബെഡായി. ആദ്യം ഒരു കള്ളം പറഞ്ഞു, അവസാനം ലോഡ് ഷെഡിങ് ഉണ്ടെന്നും അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചു. നാട്ടും പുറത്തേക്ക് ജനങ്ങൾ KSEB ഓഫീസുകളെല്ലാം പ്രതിരോധിക്കുകയും വലിയ പ്രതിഷേധം നാട്ടിൽ വരികയും ചെയ്തപ്പോൾ താങ്കൾ ഉടനെ ഒരടുത്ത ഗുണ്ടുമായിട്ടിറങ്ങി ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. കേരളത്തിലെ ഗ്രാമങ്ങളിൽ എത്ര ശതമാനം ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നവരുണ്ട്? നഗരം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഗ്രാമങ്ങളിൽ കട്ട് ചെയ്തല്ലോ, എത്ര ഇൻഡക്ഷൻ കുക്കറുണ്ട്? ഇൻഡക്ഷൻ കുക്കറും AC-യും ഫ്രിഡ്ജും അതുപോലുള്ള കാര്യങ്ങൾ പീക്ക് അവറിൽ 6 മണി മുതൽ 11 മണി വരെ ഓവറായി പ്രവർത്തിപ്പിച്ചാൽ പ്രശ്നം വരും എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററുകാരും എനർജി മാനേജ്മെൻറ്റിൽ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, സമ്മതിച്ച്. ഞാനുമൊക്കെ ഒത്തിരി ക്ലാസ്സൊക്കെ എടുത്തിട്ടുള്ളതാണ്, ധാരാളം ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുള്ളതാണ്. വാട്ടർ കൺസർവേഷനൊക്കെ പറയുന്ന കൂട്ടത്തിൽ എനർജി മാനേജ്മെൻറ്റും പറയും, ഗ്രീൻ മാനേജ്മെൻറ്റ് പറയുന്ന കൂട്ടത്തിൽ ഇതും വരും. പക്ഷേ കേരളത്തിലെ സമൂഹം ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചത് കൊണ്ടാണ് കറണ്ട് കട്ട് വന്നതെന്ന് അങ്ങ് പറഞ്ഞു. രണ്ടാമത്തെ ബെഡായി. മൂന്നാമത് അങ്ങൊരു ബെഡായി അടിച്ചു, ഇന്നലെ അടിച്ചിട്ടുണ്ട്. ഉഷ്ണതരംഗം വന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പവർ കട്ടും ലോഡ് ഷെഡിങ്ങും വേണ്ടി വന്നത്. അത് അധികകാലം നീളില്ല. ആദ്യം പറഞ്ഞു ലോഡ് ഷെഡിങ് ഇല്ല, പവർ കട്ടില്ല. അത് പ്രതിപക്ഷവും മറ്റുള്ളവരും ഉയർത്തിക്കൊണ്ടിരുന്ന സർക്കാരിനെ, പവർ കട്ടില്ലാത്ത 10 വർഷം എന്ന് പറയുന്ന സർക്കാരിനെ മോശമാക്കാനാണ്. രണ്ടാമത് താങ്കൾ പറഞ്ഞ ബെഡായി ഗുണ്ടിറക്കിയത്, ക്യാപ്സൂൾ എന്ന് പറയാൻ പറ്റില്ല, കാര്യം ക്യാപ്സൂൾ വേറെ പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങൾ ഗുണ്ടാണ് ഇറക്കണം. നിങ്ങൾ ഇറക്കിയ ഗുണ്ടിറക്കിയത് ഇൻഡക്ഷൻ കുക്കറാണ് പ്രതി. മൂന്നാമത് നിങ്ങളൊരു ഗുണ്ടിറക്കി, ഉഷ്ണതരംഗമാണ് പ്രതി. ഇനിയിപ്പം നിങ്ങളൊരു ഗുണ്ടിറക്കും, ഇവിടുത്തെ ജനങ്ങളാണ് പ്രതി. കാര്യം നിങ്ങളെ ജയിപ്പിച്ചു.
ഇനി താങ്കൾ മത്സരിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, മത്സരിച്ചില്ലെന്നാണ് തോന്നുന്നത്. താങ്കളെ ജനങ്ങൾ ജയിപ്പിച്ചു, അവരാണ് പ്രതി. ഇനിയിപ്പോൾ അവസാനം താങ്കൾ പറയും സൂര്യനാണ് പ്രതി. കുറച്ചുകൂടെ കഴിയുമ്പോൾ താങ്കൾ പറയും ഇവിടെ മനുഷ്യർ ജീവിക്കാൻ ഈ ഭൂമിയിൽ വന്നതാണ് പ്രശ്നം. കേരളത്തിൽ ജനങ്ങൾ ജീവിക്കാൻ എന്തിനു വന്നു, അതാണ് പ്രശ്നം. പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഇത്രയും മ്ലേച്ഛമായും അശ്ലീലമായും സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കരുത്. താങ്കളും ജലവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ 5 മിനിറ്റ് താങ്കളോട് സംസാരിച്ചിരുന്നു. ആ 5 മിനിറ്റ് കൊണ്ട് താങ്കൾ എന്ന് പറയുന്ന മന്ത്രിയെ ഞാൻ 50 വട്ടം വിലയിരുത്തിയിരുന്നു. കാരണം ഞാൻ ഒരുപാട് മന്ത്രിമാരെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. മന്ത്രിയുടെ ഓഫീസിലല്ല, അല്ലാതെ വകുപ്പിൽ. 5 മിനിറ്റ് താങ്കളുമായി മന്ത്രിയായിരുന്നു ഞാൻ സംസാരിച്ചപ്പോൾ താങ്കളെ 50 പ്രാവശ്യം ഞാൻ അവിടെ ഇരുന്ന് തന്നെ വിലയിരുത്തി. പിന്നെ എനിക്ക് താങ്കളോട് പരമപുച്ഛമാണ് ആ 5 മിനിറ്റ് ഞാൻ താങ്കളോട് സംസാരിച്ച് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത്. ഇത്രയും വിവരമില്ലാത്ത, വിവരക്കേടുകൾ മാത്രം പറയുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് ജനതാ പാർട്ടി പോലുള്ള വലിയൊരു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അമരത്ത് വന്ന് മന്ത്രിയായതെന്ന് എനിക്ക് അന്നും അത്ഭുതമാണ്, ഇന്നും അത്ഭുതമാണ്. ഞാൻ മറ്റു ചില കാര്യങ്ങൾ പറയട്ടെ, നീണ്ടുപോയതിൽ ക്ഷമിക്കുക. എന്താണ് പീക്ക് അവർ? 6 മണി മുതൽ 10 മണി വരെയുള്ള, 11 മണി വരെ അല്ലെ 10 മണി വരെയുള്ള സമയം. നിങ്ങൾ കണക്ക് കൂട്ടിയത് എന്താണ്? ഇലക്ട്രിസിറ്റി ബോർഡ് അവിടെ ഇരുന്ന ആളുകൾ കണക്ക് കൂട്ടിയത് 6000 മെഗാവാട്ടിൻ്റെ ഉപയോഗം പ്രതിദിനം വരും. പക്ഷേ പ്രതിദിനം 6195 മെഗാവാട്ടിൻ്റെ വന്നപ്പോൾ നിങ്ങൾ കണ്ണുതള്ളിപ്പോയി. 6033 മെഗാവാട്ട് വരെ പലപ്പോഴും ഉണ്ടായി. നിങ്ങൾക്ക് ഇതെന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയോ? വേനൽ മഴ എത്ര വരുമെന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം IMDയുമായും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്കാരുമായും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് നിങ്ങൾ ചേർന്നോ? ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ ചേർന്നാലുള്ള ഗുണം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ചീഫ് സെക്രട്ടറി. IMDക്കാരെയും മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെൻറ്റുകാരെയും അതുപോലെ തന്നെ ഈ എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററുകാരെയും ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുകാരെയും വെച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നിങ്ങൾ നടത്തിയോ? ഈ വേനൽ കടുക്കുമെന്നുള്ളത് എല്ലാവരും പറഞ്ഞില്ലേ? സകല പത്രങ്ങളും സകല മാധ്യമങ്ങളും സകല എക്സ്പെർട്ടുകളും പറഞ്ഞില്ലേ വേനൽ കടുക്കുകയാണെന്ന്? താങ്കൾ ഒരു മീറ്റിംഗ് അങ്ങനെ ചേർന്നോ? 2, ആ മീറ്റിംഗ് അവിടെ നിൽക്കട്ടെ, എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററുകാരെ കൊണ്ട് വലിയ പ്രചരണം നടത്തിച്ചോ? ഇവിടെ ഗ്യാസിന് ക്ഷാമം വന്നതുകൊണ്ടാണ് ആളുകൾ ഇൻഡക്ഷൻ കുക്കറിലേക്ക് കുറേ പോയത്. നഗരങ്ങളിലാണ് കുറച്ച് പോയിട്ടുള്ളത്. ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇൻഡക്ഷൻ കുക്കർ, ഇന്ന സാധനങ്ങൾ ഉപയോഗിക്കരുത് എന്ന് വ്യാപകമായി ഒരു പത്രപരസ്യമെങ്കിലും KSEB കൊടുത്തോ? എത്ര ആളുകൾ ചെയ്യുമായിരുന്നു? ഒരു പത്രപരസ്യം നിങ്ങൾക്ക് കൊടുക്കാൻ എത്ര രൂപ വേണ്ടി വരുമായിരുന്നു? വേനൽ വരുന്നു, വേനൽ കടക്കുകയാണ്, 30% വെള്ളമേ നമുക്കുള്ളൂ, അതിൽ 20% ആയാലും കുഴപ്പമില്ലെന്നേ, ബാക്കി 10% എടുത്താലും കുഴപ്പമില്ല. കാരണം നമുക്ക് എന്തുണ്ട്, വെള്ളം മഴ വരും. അപ്പോൾ അത് പോട്ടെ, ഞങ്ങൾ പൊതുജന താല്പര്യാർത്ഥം ഒരു പത്രപരസ്യം കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്തോ? ചെയ്തില്ല. ആര്യാട മുഹമ്മദിൻ്റെ കാലത്തുണ്ടാക്കി 25 വർഷത്തെ ഒരു കരാർ TK ജോസ് IASനെ കൊണ്ട് റദ്ദാക്കിച്ചില്ലേ? അതിലാർക്കാണ് പങ്ക്? അതിൽ കൃഷ്ണൻകുട്ടിക്കാണോ, അത് മാത്യു തോമസ് അല്ല, അതിന് മുമ്പുള്ള ഇലക്ട്രിസിറ്റി മന്ത്രിക്കാണോ, MM മണിക്കാണോ? ആർക്കാണ് പങ്ക്? അവർ ഉത്തരം പറയണം. TK ജോസ് ഉത്തരം പറയണം. റെഗുലേറ്ററി അതോറിറ്റിയുടെ ഒരു പിടിവാശി ഇതിനകത്തില്ലേ? കേന്ദ്ര പൂളിൽ നിന്ന് ഇന്നലെയല്ലേ നിങ്ങൾ കുറച്ച് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ ഉള്ള പ്രശ്നം പരിഹരിച്ചത്? തികഞ്ഞ പരാജയമാണ് ചങ്ങാതി, സാറേ, ചേട്ടാ, മാമ, സാറെന്ന് തന്നെ വിളിക്കാം. തികഞ്ഞ പരാജയമാണ്. താങ്കൾക്ക് എന്താണ്? താങ്കൾക്ക് AC റൂമുണ്ട്, AC സംവിധാനങ്ങളുണ്ട്, താങ്കളുടെ ഫാമിലിക്ക് AC സംവിധാനങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്. താങ്കൾ 1 മില്ലിമീറ്റർ പോലും AC കുറച്ചില്ലല്ലോ. നല്ല കാർഷിക വ്യവസായിയാണ്, നല്ല പണവുമുണ്ട്. താങ്കൾക്ക് എന്താണ് ഇവിടെ പ്രശ്നം? ദരിദ്ര നാരായണന്മാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ എന്തുകൊണ്ട് മുൻകൂട്ടി അറിയിച്ചില്ല? 1 മാസം മുൻകൂട്ടി താങ്കൾക്കൊരു പത്രപരസ്യം കൊടുക്കാമായിരുന്നല്ലോ. സംസ്ഥാനം സാമ്പത്തിക വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്, നമുക്ക് മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ഒരുപാട് വൈദ്യുതി വാങ്ങിയാലും നമുക്കത് കൊടുക്കാനുള്ള കണക്ടിവിറ്റി സംവിധാനങ്ങൾ കുറവാണ്, ബൂസ്റ്റർ ട്രാൻസ്ഫോമറുകൾ ഇല്ല, നമുക്ക് സ്റ്റാഫ് കുറവാണ്, ഉള്ളവർക്ക് ഫീൽഡിൽ എപ്പോഴെപ്പോഴും ഓടിയെത്താൻ പറ്റില്ല, അതുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണം. ഒരു പത്രപ്രസ്ഥാനം താങ്കൾ നടത്തിക്കളയാത്തത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ. ഇലക്ഷൻ മുമ്പേ വേണ്ട, ഇലക്ഷനും വളരെ മുമ്പേ ചെയ്യേണ്ടതാണ്. മാർച്ച് മാസം ആദ്യം ചെയ്യേണ്ടതാണ്, ഫെബ്രുവരി അവസാനം ചെയ്യേണ്ടതാണ്. പോട്ടെ, മാർച്ച് മാസത്തിൽ ചെയ്തില്ലല്ലോ. പൊതുജന താല്പര്യാർത്ഥി വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിൽ ഒരു തടസ്സമില്ലല്ലോ. താങ്കൾ എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററുമായി ചേർന്നുകൊണ്ട് ലഘുലേഖയുണ്ടാക്കി
ഈ മീറ്റർ റീഡിംഗ് എടുക്കാൻ പോകുമ്പോൾ അവരെ വീടുകളിൽ കൊണ്ട് കൊടുക്കാമല്ലോ. എന്തെല്ലാം കാര്യം ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ, കൃത്യമായി കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി വാങ്ങാതെ, വൈദ്യുതി കരാറുകൾ കൃത്യമായി ചെയ്യാതെ, കൃത്യമായ പരിപാടികളൊന്നും ചെയ്യാതെ, ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗെങ്കിലും ചേരാതെ, ഒന്നും ചെയ്യാതെ വളരെ വലിയ തോതിൽ ജനങ്ങളെ ഇരുട്ടിൽ നിർത്തിയ താങ്കൾക്ക് മാപ്പില്ല. ഒരു സാഹചര്യത്തിലും താങ്കൾക്ക് മാപ്പില്ല. താങ്കൾ ചെയ്തത് ശുദ്ധമായ അസംബന്ധമാണ്, ഭരണപരിചയ കുറവാണ്, അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്, കരാറുകൾ മാറി മാറി കൊടുക്കുന്ന കഥയാണ്, തികഞ്ഞ പരാജയമാണ്. താങ്കൾ പാർലമെൻ്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണെങ്കിൽ അവസാനത്തെ നാളുകൾ ഇങ്ങനെയായിപ്പോയല്ലോ എന്ന് പരിതപിക്കുകയെങ്കിലും ചെയ്യുക. താങ്കൾ വിശ്വാസിയാണെങ്കിൽ അമ്പലത്തിൽ പോയി പൂജ നടത്തി പരിതപിക്കുകയെങ്കിലും ചെയ്യുക. കേരളത്തിലെ ജനങ്ങളെ മുഖത്ത് നോക്കി മഞ്ഞളിച്ച് കാണിക്കരുത്. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചതുകൊണ്ട് ആദ്യം പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല, പിന്നെ ഇൻഡക്ഷൻ കുക്കറായി, അടുത്ത ഗുണ്ടിറക്കി ഉഷ്ണതരംഗമായി. ഇനി പ്രതി സൂര്യനാണെന്ന് താങ്കൾ എന്നാണ്, ഉഷ്ണതരംഗത്തോടുകൂടെ സൂര്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങൾ താങ്കൾക്ക് വോട്ട് ചെയ്ത് താങ്കളെ ജയിപ്പിച്ച, ഇത്രയും കാലം താങ്കളെ താങ്ങി നിർത്തിയ കേരള ജനതയാണ് ദുരന്തമെന്നും പ്രതിയെന്നും താങ്കളിനി എന്നാണ് പറയുന്നത്?